ഹായ്. കോളിയാസ് ചെടികൾ അല്ലെങ്കിൽ വർണ്ണ ചെടികൾ അല്ലെങ്കിൽ കളർ ചെടികൾ, അലങ്കാര ചെടികൾ എന്നൊക്കെ പറയാവുന്ന ഈ ചെടികളെ, കണ്ണാടി ചെടികളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എത്ര മനോഹരമായിരിക്കുന്നല്ലേ, കണ്ടോ? എത്ര മനോഹരമായ ചെടികൾ, ഒരു പരിചരണവും കൂടാതെ വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ കോളിയാസ് ചെടികൾ. പൂക്കൾ ഇഷ്ടപ്പെടുന്ന, ഗാർഡൻ ഇഷ്ടപ്പെടുന്നവർക്ക്, പൂക്കളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞു പോയെങ്കിൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. പക്ഷേ ഇതെപ്പോഴും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് നല്ല ചെടികളാണ്. ഇതിന് പ്രത്യേക പരിചരണവും കൊടുക്കണ്ട. അപ്പം നമുക്ക് തല നുള്ളി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര ഇങ്ങനെ നീളത്തിൽ പോവുകയില്ല. ഇങ്ങനെ നല്ല കുറ്റിച്ചെടിയായി ഇങ്ങനെ വളർന്നു നിൽക്കും. ഇങ്ങനെ നീളത്തിൽ പോവാതെ ഇങ്ങനെ എപ്പോഴും ഇതിൻ്റെ തല ഇങ്ങനെ ചെപ്പ് ഇങ്ങനെ നുള്ളി കൊടുത്താൽ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ തല എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതും കിളിർത്ത് വന്ന് പുതിയ ചെടിയായി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇട്ട് കൊടുത്ത് വളർന്ന ചെടികളാണിതെല്ലാം. ഇത് തല ഇങ്ങനെ നുള്ളി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടികൾ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. പൂന്തോട്ടം ഉണ്ടാക്കുക എന്നത് എത്ര കഷ്ടപ്പാട് നിറഞ്ഞതാണ്. എല്ലാവർക്കും പല പൂക്കളും നമുക്ക് പ്രത്യേകം പിടിച്ച് കിട്ടുകയോ ഒന്നുമില്ല. അതിന് അത്രയും അധ്വാനം നമുക്ക് വേണ്ടി വരും. പക്ഷേ ഈ ചെടികളാണെങ്കിൽ നമുക്ക് മുറ്റത്ത് ഇങ്ങനെ ഒരു അധ്വാനവും ഇല്ലാതെ ഇങ്ങനെ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ് ഈ കോളിയാസ് ചെടികൾ. ഇതിന് ഒരു വളവും വേണ്ട. വെള്ളം തന്നെ ഇപ്പോൾ 3-4 ദിവസത്തിനൊരിക്കൽ നൽകിയാൽ മാത്രം മതിയായിരിക്കും. വെള്ളവും അങ്ങനെ വേണ്ടി വരില്ല. ഇപ്പം നമ്മൾ യാത്ര പോകുന്ന വീട്ടിലെപ്പോഴും നിൽക്കാത്തവർക്കെല്ലാം പറ്റിയ ഒരു ചെടികളാണ് ഈ കോളിയാസ് ചെടികൾ. നല്ല വർണ്ണ മനോഹരിയായ ഈ കോളിയാസ് ചെടികൾ എത്ര സുന്ദരിയാണല്ലേ. ഈ തലപ്പ് ഇങ്ങനെ നുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ചെടികൾ ഇങ്ങനെ നല്ല ഭംഗിയായി നിൽക്കും. വെയിൽ കൊള്ളണം, നല്ല വെയിൽ കൊള്ളുന്നിടത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ കോളിയാസ് ചെടികൾ. ഇങ്ങനെ ഇതിൻ്റെ തലപ്പൊന്ന് കൊടുത്താൽ ഇത് വട്ടത്തിൽ ഇങ്ങനെ ആയിക്കോളും. നീളം വെച്ച് പോകുമ്പോൾ അതൊരു രസമുണ്ടാവില്ല. നീളം വെച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത്ര ഭംഗിയുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.